When elephants fight, it is the grass that suffers. യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒരു ആഫ്രിക്കൻ പ്രോവർബാണിത്. മനുഷ്യരുണ്ടായ കാലം തൊട്ട് കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചുരുക്കം ചില മനുഷ്യരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് നിരപരാധികൾ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ 21ാം നൂറ്റാണ്ടിലും യുദ്ധങ്ങൾ ലോക സമാധാനത്തിന് ഒരു വെല്ലുവിളിയായി തുടരുന്നു. യുക്രൈൻ, റഷ്യ, ഇസ്രായേൽ, പാലസ്തീൻ യുദ്ധങ്ങൾ കഴിഞ്ഞ 2 വർഷത്തോളമായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടവയാണ്. മാധ്യമങ്ങൾ അവയ്ക്ക് വലിയ പ്രാധാന്യം നൽകി. ലോകരാജ്യങ്ങളും UN അടക്കമുള്ള സംഘടനകളും യുദ്ധം നിർത്താനായി സജീവമായി ഇടപെട്ടു. അതിന്റെ എല്ലാം ഫലമായി പാലസ്തീനിൽ താത്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്തായാലും മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. പലർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി. പക്ഷേ ലോകത്തിന്റെ പല കോണിലായി അധികമാരും ശ്രദ്ധ ചെലുത്താത്ത ആഭ്യന്തര കലാപങ്ങൾ വേറെയും നടക്കുന്നുണ്ട്. പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അതിലൊന്നാണ് സുഡാനിലെ സിവിൽ വാർ. നോർത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ ചരിത്രത്തിൽ വംശീയ, മത, രാഷ്ട്രീയ കാരണങ്ങളാലായി ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും നോർത്ത് സൗത്ത് സുഡാനുകൾ തമ്മിൽ. അങ്ങനെ 2011 സൗത്ത് സുഡാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. പക്ഷേ പ്രശ്നങ്ങൾ അവിടെയും തീർന്നില്ല. 30 വർഷത്തോളം സുഡാൻ ഭരിച്ചിരുന്നത് ഒമർ അൽ ബഷീർ എന്ന ഡിക്റ്റേറ്റർ ആയിരുന്നു. അഴിമതികൾ, കൂട്ടക്കൊലകൾ തുടങ്ങി അനവധി ക്രിമിനൽ കുറ്റങ്ങളിൽ ആരോപിതനായ വ്യക്തി. 2019 ശക്തമായ സിവിലിയൻ പ്രൊട്ടസ്റ്റുകളുടെ ഫലമായി ഔദ്യോഗിക സൈന്യമായ സുഡാനീസ് ആംഡ് ഫോഴ്സസിന്റെയും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിന്റെയും നേതൃത്വത്തിൽ ബഷീറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ജനങ്ങൾ ഒരു ഡെമോക്രാറ്റിക് സുഡാൻ സ്വപ്നം കണ്ടു തുടങ്ങിയ നിമിഷം. പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് അധികകാലം ആയുസുണ്ടായില്ല. അധികാരം ഒന്നിൽ നിന്ന് 2 വ്യക്തികളിലേക്കായി കേന്ദ്രീകരിക്കപ്പെട്ടു. SAF ലീഡർ അബ്ദേൽ ഫത്താഹ് അൽ ബുർഹാൻ, RSF ലീഡർ മുഹമ്മദ് ഹംദാൻ ഡഗാലോ എന്നിവർ കരുത്തുറ്റ നേതാക്കളായി വളർന്നു. ഡഗാലോയുടെയും ബുർഹാന്റെയും നേതൃത്വത്തിൽ താത്കാലിക ട്രാൻസിഷണൽ മിലിറ്ററി കൗൺസിൽ ഭരണം ഏറ്റെടുത്തു. അഗ്രിമെന്റ് പ്രകാരം ആദ്യത്തെ 21 മാസം സൈനിക കൗൺസിലും അത് കഴിഞ്ഞുള്ള 18 മാസം സിവിലിയൻ സർക്കാരും ഭരിക്കണം. ഇങ്ങനെ 39 മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടത്തി പൂർണ്ണമായും ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചവർക്ക് അത്ര എളുപ്പം അത് വിട്ടുകൊടുക്കാനാവില്ലല്ലോ. അതിനോടൊപ്പം തന്നെ ഗോൾഡ് മൈനിങ് അടക്കമുള്ള ബിസിനസ് താല്പര്യങ്ങൾ, പഴയ കുറ്റങ്ങൾക്കുള്ള നിയമ നടപടി എന്നിവയെല്ലാം മിലിറ്റന്റ് ഗവൺമെന്റിനെ ഭയപ്പെടുത്തി. അതുകൊണ്ട് അവർ സിവിലിയൻ സർക്കാരിന് അധികാരം കൈമാറാൻ തയ്യാറായില്ല. സിവിലിയൻ പ്രധാനമന്ത്രി അബ്ദല്ല ഹംദോക്കിനെ വീട്ടുതടങ്കലിലാക്കി. സിവിലിയൻ ഭരണഘടനാ കൗൺസിലും മന്ത്രിസഭയും പിരിച്ചുവിട്ടു. സൈന്യവും RSFും വീണ്ടും സുഡാന്റെ അധികാരം പിടിച്ചു. They solidified their grip on power by establishing a new sovereignty council, a joint military government that replaced the transitional civilian authority. അതോടെ ജനാധിപത്യം വീണ്ടും വെന്റിലേറ്ററിലായി. പിന്നീട് സുഡാനിൽ എന്ത് സംഭവിച്ചു? നിലവിലെ യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്താണ്? സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല. The real conflict starts from here. Catch you in the next episode. Goodbye.